ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പാലക്കും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പാലക് ചീര ഇപ്പോൾ നമ്മുടെ ഇവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു പിടി പാലക് ചീര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പാലക്കിൻ്റെ തണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് പരിപ്പൊക്കെ ഇട്ട് കറി വയ്ക്കാം. ഇപ്പം നമ്മൾ ഈ ലീഫിൻ്റെ പോർഷൻ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. പാലക്ക് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കണം. ചെറുതാണെങ്കിൽ 4-5 ഉരുളക്കിഴങ്ങ് എടുക്കാം, വലുതാണെങ്കിൽ 2 എണ്ണവും മതിയാവും. ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലോട്ട് കട്ട് ചെയ്തിടാം. ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിലോട്ട് കട്ട് ചെയ്തിടുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സവാള എടുക്കാം. ചെറുള്ളി ഉള്ളവരാണെങ്കിൽ ഒരു 10 ചെറുള്ളി എടുക്കാം. ഇനി 6 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പാലക്ക് പൊട്ടറ്റോ റെസിപ്പി തയ്യാറാക്കാം. അതിനായിട്ടൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെക്കുകയായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ പൊട്ടറ്റോ അതിൽ വേവിക്കാനുള്ളതല്ലേ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇനി അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് പകുതി വാടി വന്നാൽ മതി. ഇപ്പം ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പാനിലോട്ട്. എക്സ്ട്രാ വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്കൊരു 8 മുതൽ 10 മിനിറ്റ് വരെ മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ആ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്താൽ വേവാനായിട്ട് താമസമായിരിക്കും, അതുകൊണ്ടാണ് ചേർക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച പാലക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും പാലക്കും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പാലക്കും ഉരുളക്കിഴങ്ങും മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ച് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൽ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടാട്ടോ റെസിപ്പിക്ക്. ഇനി തുറന്ന് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ വഴറ്റിയെടുത്താൽ നമ്മുടെ പാലക്ക് പൊട്ടറ്റോ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ പാലക്ക് പൊട്ടറ്റോ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.